ഇപ്പോൾ ഞാൻ നേരത്തെ റോട്ടിൽ പോയി എനിക്കൊരു തട്ടുകടയിൽ നിന്ന് ചായ കുടിക്കണമെന്ന് വെച്ചാൽ പണ്ട് വളരെ ഈസി ആയിട്ട് അത് പറ്റുമായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും പറ്റുമായിരുന്നു. ഇപ്പോൾ അത് ആ ഒരു അളവ് കുറഞ്ഞു. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇനിയും നമുക്ക് അങ്ങനെ നടക്കാം. പക്ഷേ അങ്ങനെ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഒരു ഇനാഗുറേഷൻ പോലത്തെ പരിപാടികൾക്കോ അല്ലാത്തവർക്കോ സമീപിക്കുന്നവർക്കിടയിലൊക്കെ കൺഫ്യൂഷൻസും മറ്റുമൊക്കെ ഉണ്ടാവും. പുള്ളി ഇങ്ങനെ എല്ലായിടത്തും പോവല്ലേ, പിന്നെ എന്തിനാണ് പുള്ളിയെ വിളിക്കുന്നത്? എനിക്ക് പക്ഷേ ഇഷ്ടം അങ്ങനെയൊക്കെ തന്നെ നടക്കുന്നതൊക്കെ തന്നെയാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ ലൈഫിൽ ഇതുവരെ നമ്മളൊന്നും പ്രത്യേകിച്ച് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു പരസ്യങ്ങൾ ചെയ്യില്ല എന്ന് ഞാൻ പറയും. അപ്പോൾ അങ്ങനെ പരസ്യങ്ങൾ ചെയ്യില്ല എന്ന് ഞാൻ പറയാൻ കാര്യം, പരസ്യം ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്തത് മോശമാണെന്നോ അത് എന്തോ ചെയ്യാതിരിക്കുന്നത് വലിയ നല്ല കാര്യമെന്ന അർത്ഥത്തിലല്ല പറഞ്ഞത്. എനിക്ക് താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. അപ്പം പിന്നെ കുറേ ആൾക്കാർ ഇതിനോടകം വന്നു. അപ്പം ഞാൻ ചെയ്യുന്നില്ല, എനിക്ക് അങ്ങനെയുള്ള പൈസ വേണ്ട. എന്താ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ കാരണം? നല്ല രീതിയിൽ ചേട്ടൻ ചെയ്യുന്നുള്ള പ്രതീക്ഷയിലല്ല അങ്ങനത്തെ അതല്ല. ഇപ്പം നമ്മൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു സെലിബ്രിറ്റിയുടെയും സംസാരം കേട്ടിട്ടോ ഒരു സെലിബ്രിറ്റിയുടെ മുഖം കണ്ടിട്ടോ അല്ല ഒരു ഉൽപ്പന്നം ആരും വാങ്ങുന്നത്. അത് അവരെല്ലാവരും പരിചയപ്പെടുത്തുന്നവർ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ എനിക്കിപ്പോൾ അടുത്തടുത്തായിട്ട് വലിയ ചില ഗ്രൂപ്പുകളുടെയൊക്കെ ഭാഗമായിട്ട് എനിക്ക് ചില കണ്ടന്റുകൾ വന്നപ്പോൾ അവരതിനകത്തൊരു സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ ആ സ്ക്രിപ്റ്റിനനുസരിച്ച് ഞാൻ പറയണം. പക്ഷേ എനിക്കത് പറയാൻ ഒട്ടും വർക്കാവുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഹാർട്ടിൽ നിന്ന് പറയുന്ന, അപ്പം ഞാൻ ഒരു സാധനം ഞാൻ നല്ലതെന്ന് പറഞ്ഞാൽ നല്ല പരിചയപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അത് ഇന്ന ഗുണങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുമ്പോൾ എനിക്കത് ഉള്ളിൽ നിന്ന് പറയാൻ തോന്നുന്നില്ല. അപ്പം ഞാൻ എന്നോട് നീതി കാണിക്കാത്തൊരു ഫീൽ എനിക്ക് വരുന്നു.